എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. യോഹന്നാൻ 17-ന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ വിവിധ വിഷയങ്ങൾ കർത്താവ് കൈകാര്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചും കർത്താവ് പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ വേദഭാഗം 17-ാം അധ്യായത്തിൻ്റെ 6 മുതൽ ഏറെക്കുറെ 10 വരെയുള്ള ഇടത്ത് ആരാണ് ശിഷ്യർ എന്നതിനെ കർത്താവ് തൻ്റെ വാക്കുകളിലൂടെ അറിയിക്കുന്നു. യേശുവിൻ്റെ ദൗത്യ പൂർത്തീകരണത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായ ശിഷ്യ സമൂഹമാണ് ഈ ലോകത്തിൽ ഇനിയും തൻ്റെ ദൗത്യം തുടരേണ്ടത്. അതിനായി അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ദൈവിക പിതൃത്വത്തെക്കുറിച്ചും മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നതായിരുന്നു ഒരർത്ഥത്തിൽ യേശുവിൻ്റെ ദൗത്യം. ഈ ദൗത്യം തുടർന്ന് ചെയ്യേണ്ടതിനായി ദൈവിക ശക്തിയിൽ അവർ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി യേശു ശിഷ്യ സമൂഹത്തെ ഓർത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ് ഈ ഭാഗം. ഇവിടെ ഒന്നാമത് ശിഷ്യർ ആരുടെ വകയാണ് എന്നതാണ് പരാമർശം. ശിഷ്യർ പിതാവിൻ്റെ വകയായിരുന്നു. പിതാവ് അവരെ പുത്രനായ യേശുവിന് നൽകിയിരിക്കുന്നു. പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളതാണ്. ദൈവത്തിന് അവരുടെ മേലുള്ള ഉടമസ്ഥാവകാശം അവരുടെ മേൽ മുദ്ര കുത്തപ്പെട്ടിട്ടുള്ളതിനാൽ ശിഷ്യരുടെ ഹൃദയങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനാൽ യേശുവിങ്കിലേക്കും അങ്ങനെ പിതാവിങ്കിലേക്കും ചലിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ദൈവത്തിങ്കലേക്ക് ആഭിമുഖ്യം പുലർത്തുന്ന ശിഷ്യർ ദൈവത്തിനുള്ളവരാണെന്ന് ഓർത്തുകൊള്ളുന്നു. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ഈ ഒരു ഓർമ്മ ശിഷ്യരിൽ ഉള്ളതിനാൽ ഒരു തിന്മ ശക്തിക്കും അവരെ തട്ടിയെടുക്കാൻ കഴിയുകയില്ല എന്നും അവർ നഷ്ടപ്പെട്ടു പോകയില്ലെന്നും അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുതെന്നും യേശു പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, ഓരോ ശിഷ്യന്റെയും അടിസ്ഥാനപരമായ ആത്മജ്ഞാനത്തെക്കുറിച്ചും ഈ ഭാഗം വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ ഗുരുവായ യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നതെല്ലാം തന്നെ പിതാവായ ദൈവം നൽകിയതാണ്. അതുകൊണ്ട് യേശുവിനെ വിശദീകരിക്കുന്നത് പിതൃബന്ധത്തിൽ മാത്രമാണ്. യേശുവിൻ്റെ വചനങ്ങൾ പിതാവിൻ്റെ വചനങ്ങൾ തന്നെയാണ്. വചനത്തിലൂടെയാണ് യേശുവിൻ്റെ ആധികാരികതയെ ശിഷ്യന്മാർ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നത്. ശിഷ്യർക്കുള്ള പരമമായ അറിവുകളിൽ നിന്ന് ഇതുതന്നെയാണ് നമ്മൾ കാണുന്നതും. യേശുവിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ പിതാവിൻ്റെ തന്നെ വചനങ്ങളാകയാൽ അവ സൃഷ്ടിക്കപ്പെടുകയും അല്ലെങ്കിൽ നിലനിൽക്കുകയും പുനഃസൃഷ്ടി ചെയ്യുന്നതുമായ വചനമാണ്. 3, തങ്ങളുടെ പിതാവാം ദൈവത്തിനും പുത്രനായ യേശുവിനും മഹത്വം കരയറ്റുന്നതാണ് ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ ജീവിത വിജയം. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ നാളുകൾ വരെയുള്ള കണക്കെടുത്താൽ ശിഷ്യർ ഒരിക്കലും പൂർണ്ണതയുള്ളവരായിരുന്നില്ല എന്ന് മനസ്സിലാകും. എന്നാൽ ഭാവിയിൽ അവരിലൂടെ സംഭവിക്കാൻ പോകുന്ന വൻകാര്യങ്ങളെക്കുറിച്ച് യേശുവിനുണ്ടായിരുന്ന ആത്മവിശ്വാസം ഈ വേദഭാഗത്ത് മുഴങ്ങുന്നുണ്ട്. ഭൂമിയിൽ ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യവും ഉറപ്പുമാണ് ശിഷ്യരെ വ്യക്തമാക്കുന്നത്. യേശുവിന് തൻ്റെ ശിഷ്യരിലുണ്ടായിരുന്ന ആത്മവിശ്വാസത്തെ ശരിവെക്കുന്ന തെളിവുകളാണ് പിൽക്കാലത്ത് ഉണ്ടായ സംഭവ വികാസങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. ബലഹീനരായ ശിഷ്യർ ലോകത്തെ എത്ര ആഴത്തിലാണ് സ്വാധീനിച്ചത്.
ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന ദൈവിക പ്രഭാവം എത്ര ശക്തമായാണ് ശിഷ്യരിലൂടെ പിൽക്കാലത്ത് വെളിപ്പെട്ടത്. അതിന്റെ കാരണം ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞവരും പിന്മാറിപ്പോയവരും അവിശ്വസിച്ചവരും എല്ലാവരും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദൈവവചനവുമായി എല്ലാ അധികാരികളുടെ മുൻപിലും കാരാഗ്രഹങ്ങളിലും പീഡനങ്ങളുടെ മധ്യത്തിലും ഉറച്ചു നിന്നത് കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത് കൊണ്ടാണ്. നമ്മളും അതിൻ്റെ ആ ഒരു ബന്ധത്തിൽ നിലനിൽപ്പാൻ സാധിക്കും. നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നവനാകിയാൽ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപയും കരുണയും ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിവസത്തിനായി സ്തോത്രം. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും അവിടുന്ന് കരുതി സൂക്ഷിച്ച് പരിപാലിച്ച് അടിയങ്ങളെ നടത്തിയല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണ കൂടെ ഇരുന്ന് കൃപയിൽ ഞങ്ങളെ കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ലഭിച്ച ദൈവകൃപ തുടർന്നും അവരെ പൊതിയണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നാം ഏവരോടും കൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.